ടൈം ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, 6 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ കൂടെ വീഡിയോ ഒക്കെ ഉള്ളത് 2025 ആദ്യമായിട്ട് CPC എക്സാം എഴുതിയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരാളാണുള്ളത്. നമുക്ക് ആളെ വിശേഷങ്ങളും ആളെ എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, എന്താ പേരെന്താ? പേര് സനൽജിത്ത്. ഏത് ബാച്ചായിരുന്നു? ഞാൻ ജൂലൈ ബാച്ചായിരുന്നു. ജൂലൈ ബാച്ചായിരുന്നു. ഓക്കെ, മോക്ക് ഒക്കെ ചെയ്ത് ഇപ്പം ആദ്യമായിട്ട് ഈ വർഷം എക്സാം എഴുതിയതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രിപ്പറേഷനൊക്കെ 1.5 മാസത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. 1.5 മാസം ഉണ്ടായിരുന്നു. ഒരു ബുക്ക് മോക്ക് ഉണ്ടായിരുന്നു, ഒരു 10 മോക്കോളം ഉണ്ടായിരുന്നു. പിന്നെ ഫോൺ മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ ഒരു 500 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണ് ഡേറ്റ് എടുത്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു? ടൈമൊക്കെ സെറ്റായിരുന്നോ മോക്ക് ചെയ്തിട്ട് തന്നെ, അതോ അതിന് മുന്നേ തന്നെ സെറ്റായിരുന്നോ ടൈം? ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, 6 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ കുഴപ്പമില്ല, ടൈം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ എങ്ങനെയായിരുന്നു പ്രാക്ടീസിങ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? വർക്ക്ഷീറ്റ് ഇവിടുന്ന് ഫസ്റ്റ് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് തരും, അപ്പോൾ അത് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോക്ക് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ ഒരു ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, അത് വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു? ആദ്യം അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഫോൺ മോക്കിലേക്ക് കയറിയപ്പോഴാണ് ആദ്യം പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, എക്സാമിന് എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? എക്സാമിന് അങ്ങനെ കാര്യമായിട്ട് അപ്ഡേഷൻ ഒന്നും ഉണ്ടായില്ല. ഇവിടെ ചെയ്ത് അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, പുതിയ കോഴ്സ് ഏതായാലും വന്നിട്ടുണ്ടായിരുന്നു? പുതിയ കോഴ്സ് അങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല, എന്നാലും ടെലിമെഡിസിൻ്റെ കോഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ടെലിമെഡിസിൻ്റെ കോഡ് ഇപ്പോൾ 2025 നമ്മൾ ENM വന്നിട്ടുള്ള ടെലിമെഡിസിൻ്റെ കോഡ് കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, അനാട്ടമിക്ക് ഏത് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്? അനാട്ടമി ഇപ്പോൾ മറ്റേ ഹീമോലൈസിസ് എന്നൊക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹീമോലൈസിസ് എന്താണ്? ഹീമോസ്റ്റസിസ് എന്നൊക്കെ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടെർമിനോളജി, ഡിപ്സോ, അങ്ങനത്തെ റഫി അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോഡിംഗ് ഗൈഡ് ലൈൻസോ? ഗൈഡ് ലൈൻസ് എക്സ്ക്ലൂഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ക്ലൂഡ് ചോദിച്ചു. അതായത് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ? മുന്നേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് വരുന്നവരെ ആ ഒരു പറയുന്ന അതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പുതിയ അങ്ങനെ അപ്ഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ. പിന്നെ ബാക്കി കോഴ്സുകളൊക്കെ എടുക്കാനോ കേസ് സ്റ്റഡി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കേസ് സ്റ്റഡി ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ഇതായിരുന്നു. പിന്നെ മറ്റേ ഇവിടെ ചെയ്ത തന്നെ മറ്റേ ATT എക്സിഷൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. ചിലത് കുറച്ചൊക്കെ ടഫായിരുന്നു, ചിലത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ENM എങ്ങനെ ഉണ്ടായിരുന്നു? ENM അങ്ങനത്തെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ചെയ്ത അങ്ങനത്തെ പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. MDM എങ്ങനെ ഡയറക്റ്റ് തന്നുണ്ടായിരുന്നു, ഇല്ലാത്തതുണ്ടായിരുന്നു. ബാക്കി സർജറി ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? സർജറി ചാപ്റ്ററും കുഴപ്പമുണ്ടായിരുന്നില്ല. അധികം ഇവിടെ കണ്ടു പരിചയമുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടല്ലേ? എത്ര പെർസെൻറ്റേജ് ആയിരുന്നു എക്സാമിന്? 84%. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊക്കെ എക്സാം എഴുതി. ഇനി എന്താ അടുത്ത പ്ലാൻ? ഏതെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത കമ്പനിയിൽ പ്ലേസ്ഡ് ആവണം. ഓക്കെ, ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഏതെങ്കിലും നല്ല കമ്പനിയിലൊക്കെ നല്ല ജോബ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.